തെലങ്കാനയിലേക്ക് കൂടി പോയിട്ട് നമുക്ക് അതിഥികളിലേക്ക് പോകാം. മഞ്ജുഷൻ തോന്നുന്നു തെലങ്കാനയും ഈ പറഞ്ഞ പോലെ NDAക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള, കോൺഗ്രസും പ്രതീക്ഷ പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ്. തെലങ്കാനയിലെ റിസൾട്ട് ഇതാണ്. തെലങ്കാന NDAക്ക് 7 മുതൽ 10 വരെ സീറ്റുകളിലേക്ക് NDA സഖ്യം കുതിച്ചെത്തുന്നുവെന്നാണ് തെലങ്കാനയിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ത്യ സഖ്യമാകട്ടെ 5 മുതൽ 8 സീറ്റുകളിലേക്ക്. അതേഴ്സ് എന്ന് പറഞ്ഞാൽ BRSന്റെ 3 മുതൽ 5. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ മത്സരിക്കുന്നത്. കോൺഗ്രസ് മത്സരിക്കുന്നു, ഇന്ത്യ അവിടെ 5 മുതൽ 8 സീറ്റ് വരെ കോൺഗ്രസിന് കിട്ടാം. NDA അവിടെ BJP ടാലിയിലേക്ക് 7 മുതൽ 10 സീറ്റ് വരെ, കഴിഞ്ഞ 4 സീറ്റ്, BJPക്ക് 4, കോൺഗ്രസിന് 3 ആയിരുന്നു. അത് 8ലേക്ക് കുതിച്ചെത്തുന്നു. 5 മുതൽ 8 വരെ സീറ്റുകൾ TRSന്റെ സീറ്റുകളാണ്. ഈ രണ്ടുപേരും മോശമാകുന്നത് BRS ആണ്. കഴിഞ്ഞ തവണ 15 സീറ്റുകൾ, കഴിഞ്ഞ തവണ 15 സീറ്റുകൾ BRSനായിരുന്നു. അതെ, അവിടെ തൂത്തുവാരിയ കക്ഷിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BRSനെ മറിച്ചിട്ടത് കോൺഗ്രസ് ആണ്. ആ ഒരു നേട്ടം കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ഡിവൈഡ് ചെയ്തെടുക്കുന്നു. NDAയും ഇന്ത്യയും ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. BRSന്റെ സീറ്റുകൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 7 മുതൽ 10ലേക്ക്. അവിടെയും NDA സഖ്യത്തിനാണ് നേട്ടം. ഇതിൽ മറ്റൊരു കാര്യം, ശ്രീ G ഗോപകുമാർ, ഇങ്ങനെ ഒരു റോണി കെ ബേബിയോട് ചോദിക്കാം. ശ്രീ റോണി കെ ബേബി, അവിടെ താങ്കൾ ഇതിനോട് വ്യത്യസ്ത അഭിപ്രായമുള്ള ആളായിരിക്കും. കാരണം ആദ്യം തെലങ്കാന നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഹണിമൂൺ പീരീഡിലാണ് തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ. അപ്പോൾ അവിടെ ഈ ഒരു കണക്ക് മതിയോ? 5 മുതൽ 8 സീറ്റുകൾ വരെ മതിയോ കോൺഗ്രസിന്? കാരണം അവിടെ വലിയ ക്ഷേമ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് സർക്കാർ ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കൂടി വിലയിരുത്തൽ അവിടെ വരുന്നുണ്ടല്ലോ. ഈ പറഞ്ഞ അല്ലെങ്കിൽ NDA സഖ്യം ഒരു 10 അല്ലെ 12 സീറ്റ് എന്ന് പറഞ്ഞ ഈ പ്രൊജക്ഷൻ ആ ഒരു കണക്കിലേക്ക് വരണമെങ്കിൽ അവർക്ക് ഒരു 35 അല്ലെ 40% വോട്ടിൽ, ഏറ്റവും കൂടുതൽ 35% വോട്ടിലും ഈ ഇലക്ഷൻ ഉണ്ടാവും. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും അതിന് മുന്നത്തെ ലോക്സഭാ ഇലക്ഷൻ ആണെങ്കിലും BJP ഒരിക്കലും 20% മുകളിലേക്ക് ഒരു വോട്ട് ഷെയർ തെലങ്കാനയിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ തെലങ്കാനയിൽ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ, കാരണം അവിടെ BRS തകർന്ന് തരുന്നതായിരിക്കും, അതൊരു സംശയമില്ല. BRSന് സ്വാധീനം ഉണ്ടായിരുന്നത് ഗ്രാമീണ മേഖലകളാണ്. BJPക്ക് നഗര മേഖലകൾ ഞാനത് നിഷേധിക്കുന്നില്ല. ഹൈദരാബാദും സെക്കൻഡറാബാദും പോലെ ആ ബെൽറ്റിന് BJPക്ക് ഹോൾഡ് ഉണ്ട്. പക്ഷെ ഗ്രാമീണ മേഖലകളിൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ തന്നെ നോക്കുക, കോൺഗ്രസ് വിജയിച്ച 90% സീറ്റ് എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലകളിലാണ്. ആ ഗ്രാമീണ മേഖലകളിൽ BRSന്റെ ആ പൊസിഷൻ, ആ സ്ഥാനം കൃത്യമായി തന്നെ കോൺഗ്രസ് അവിടെ കടന്നു വന്നിട്ടുണ്ട്. ഒരു പ്രതികൂല സാഹചര്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന 10 മുതൽ 12 വരെ സീറ്റാണ്. ഈ 17 സീറ്റില് 10 മുതൽ 12 വരെ സീറ്റ് കോൺഗ്രസ് നേടിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നേരെ BJPയുടെ ടാലി താഴോട്ട് പോകുകയും 6 സീറ്റിലെ കഴിഞ്ഞ തവണത്തേക്കാൾ 4-ൽ നിന്ന് നില മെച്ചപ്പെടുത്തും എന്ന് താങ്കൾ കരുതുന്നില്ല BJP? കാരണം BRS അവിടെ അപ്രത്യക്ഷമാകുമ്പോൾ ആ വോട്ട് ബാങ്ക് കൃത്യമായി കോൺഗ്രസിനും BJPക്കും വീതം വെച്ചു പോകും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ തവണ അത്രയും പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും കോൺഗ്രസിന് വളരെ സങ്കടകരമായ ദൗർബല്യം ഉണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് 3-4 സീറ്റ് കഴിഞ്ഞ തെലങ്കാനയിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസ് വലിയ നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞ പാർലമെന്റ് 2019 വലിയ നേട്ടം ഉണ്ടാക്കി 3 സീറ്റ്. കാരണം ഓർക്കണം, നിയമസഭാ ഇലക്ഷന് തകർന്നു പോയത് അവിടെ ഞങ്ങൾ 15 or 16 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് അസംബ്ലി ഇലക്ഷന് തെലങ്കാനയിൽ. എന്നിട്ടും ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് 3 സീറ്റ് നേടി. അല്ല, ഒരുപക്ഷെ കേരളവും കർണാടകത്തോടൊക്കെ ഒപ്പം സംഘടനാ സംവിധാനം ശക്തമായ ഒരു സംസ്ഥാനമാണ് കോൺഗ്രസ്. ആന്ധ്രയിലെ കണക്ക് താങ്കൾ പ്രതീക്ഷിച്ചു തന്നെയാണല്ലേ? ആന്ധ്രയിലെ കണക്കിൽ